ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് നമ്മുടെ ക്രിസും പിന്നെ ബോട്ടമും കൂടിയുള്ള ഗുസ്തി മത്സരത്തിൽ നിന്നാണ് തുടങ്ങണേ. ലെറ്റ്സ് സീ എന്താണ് നടക്കാൻ പോണത്. റെഡി 1 2 3. അയ്യോ ഊരാനി വീണ ഊരാനി പൊട്ടം. ഓ ജയിച്ചേ. നമ്മളിവിടെ ഡാൻസ് പ്രാക്ടീസിന്റെ ഇടയിൽ ഒരു എന്റർടൈൻമെന്റ് അവിടെ എല്ലാവരും കേറുന്നുണ്ട്. ഇന്ന് ഊഞ്ഞാല് നിലത്തിടുന്നാണ് പറഞ്ഞേക്കണേ. റെഡി പോണേ. റെഫറി പോരാട്ടാ. ഇത് മറച്ചിടുണ്ട് ഇവിടുന്ന്. റെഡി പറ. Ready, 1, 2, 3, start! Up. Oh! പിടിച്ചിരിക്കണം. അതൊരു 5 പേരെ. നമ്മളിവിടെ ഡാൻസ് പ്രാക്ടീസിലാണ്. ഇന്നലത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ പരിപാടി ഗംഭീരായി. ഇനി നാളത്തെ പരിപാടി ഡാൻസിന്റെ ഇടയിലുള്ള കുറച്ച് ഫണ്ണാണിത്. ഗൈസ്, അപ്പോ നേരത്തെ ഡാൻസിന് ശേഷം ഞങ്ങള് ഫുഡ് കഴിച്ച് ഇപ്പൊ ഞങ്ങളിത് അഞ്ജലി ചേച്ചി മരുന്നുണ്ട് വന്നിട്ടുണ്ട് വിത്ത് ലൂക്ക. ഗൈസ്, നമ്മൾ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. കല്യാണം കഴിച്ച് കുട്ടികളായാൽ നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്ന കുറച്ച് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. അതിങ്ങനെ ഒരു പാക്ക് കൊണ്ടുവരണം, ഒരു ബാഗ്, അവന്റെ ആവശ്യമുള്ള സാധനങ്ങള്. പിന്നെ ഡാൻസ് കളിക്കാനും എന്നെ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് അഞ്ജലിച്ച് കളിക്കുമ്പോ. അഞ്ചാട്ടി കളിക്കുമ്പോ കുഴപ്പമില്ല. അല്ലെങ്കിൽ ലൂക്കൊക്കെ എന്തൊരു പ്രശ്നമുണ്ട്. ഇല്ല ലൂക്ക ഇപ്പൊ ഫുഡ് കഴിച്ചപ്പോ വയറ് നിറഞ്ഞു. അയ്യോ പൊന്തു. ഞാൻ ഡാൻസ് കളിക്കാൻ ഒരുങ്ങി തുടങ്ങി. അപ്പൊ അവന് പ്രശ്നമായി. എന്താ ഇത് വലുതാകുമ്പോ ഇങ്ങനെ ചോദിക്കണം അവന്റെ അടുത്ത്. ഓർമ്മ ഉണ്ടാവണ അവനോട് ചോദിച്ചാ. നേരത്തെ ഇറക്കിയാലും പ്രശ്ന, ഇറക്കിയില്ലേലും പ്രശ്ന. വ്യത്യാസം ഇപ്പൊ കാണും. ഇതൊക്കെ പല്ല് കാണിച്ച പല്ല് കാണിച്ച ഈ കാണിച്ചേ. എന്തൊക്കെ വേണം നിനക്ക്. ഇനി കണ്ടോട്ടാ, നമുക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങാം. അപ്പൊ അവന്റെ ഇപ്പൊ ഓക്കെയാ. ഇനി ബലൂൺ വന്നു. ഇനിയാണ് വ്യത്യാസം അറിയണ്ടേ. അയ്യോ പഠിച്ചു. ഞാൻ പഠിച്ചോണ്ട് എനിക്ക് ഒഴിക്കുകയാണ്. എന്റെ ഡാൻസ്, നമ്മുടെ ഡാൻസ് ആയിട്ട് നമ്മൾ തന്നെ പഠിക്കണേ. അത് പുതിയൊരു സംഭവമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഇതിനിടയിൽ ഇവർ തല്ലോടുണ്ട്. നമ്മളോട് ഡാൻസ് പഠിക്കുക. അതെ, പിള്ളേരെ പോലെ കളിക്കല്ലേടാ, കുറച്ച് സീരിയസ്നെസ് വേണം. നോക്കിയേ തല്ലൂടെ അവര്. ഇതൊക്കെ ലൂക്ക കാണൂട്ടാ. നമ്മള് ലൂക്കാനെ വിട്ടപ്പോ അമ്മയുടെ അടുത്തേക്കാണോ അപ്പന്റെ അടുത്തേക്കാണോ പോവാന്നറിയില്ല. അവന്റെ അടുത്തേക്ക് തിരിച്ചു പോയത്. അവൻ കൺഫ്യൂസ്. മത്സരാണ്. റെഡി 1 2 3. ഇത് ജയിച്ചു കൂട്ടില്ല കേട്ടാ. ഇത് ഇവന്റെ കുറച്ചുകൂടി നേരെ ഉണ്ടാ. ചേച്ചി ആ മുക്കില്, ചേട്ടൻ ആ മുക്കില്. മാച്ച് ശരിക്കും തുടങ്ങാൻ പോണത് ഇപ്പോഴാണ്. സെന്ററിൽ ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു കറക്റ്റ് ഡിഫറൻസ് ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ചേട്ടൻ അവിടേക്ക്. അഞ്ചു വെച്ച് കൈ കഴിഞ്ഞു. നാളെ തൊട്ട് അരിഞ്ചേട്ടാണ് ഫുഡ് കൊടുക്കുക. അപ്പനെ നോക്കണം, അപ്പനെ നോക്കിയേക്കണം. നോക്കണ്ട
ഇനി വരണ്ട. ഇനി ഡാൻസ് കളിക്കുമ്പോ നോക്കാം. ഇനി ഡാൻസ് കളിക്കുമ്പോ നോക്കാം. ഇനി ഡാൻസ് കളിക്കുമ്പോ വരും. കളിക്കുമ്പോ നോക്കാം. ഇപ്പൊ വരും ഡാൻസ് കളിക്കുമ്പോ. മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അരുൺ ചേട്ടന്റെ ആദ്യം തന്നെ ബാഗും കുപ്പിയൊക്കെ ആയിട്ട് എടുക്കാൻ പോയിട്ടുണ്ട്. അഞ്ചലിച്ചിന്റെ ഓർഡറിങ് ആണ്. അരുൺ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് എന്ന് ലൂക്ക വരുന്നു. ഇപ്പൊ കാണാം. ഡാൻസ് കളിക്കുമ്പോ വരും. 10 സെക്കൻഡ് മതി. അപ്പോഴും ഇതുപോലെ തന്നെ അടിയിലിരുത്തണം. അല്ലെങ്കിൽ ഒരു കളി ഇതിൽ ഉറപ്പിക്കാം. അരുൺ ചേട്ടാ ആ മുക്കിൽ ഡാൻസ് കളിക്കണു, അഞ്ചലിച്ച് ആ മുക്കിൽ ഡാൻസ് കളിക്കണു. ഇതാണ് ബിഗ്ഗസ്റ്റ് ചലഞ്ച്. ലൂക്കച്ചൻ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. അവൻ സമ്മതിക്കുന്നുണ്ട് ഇപ്പൊ ഡാൻസ് കണ്ടിരിക്കും. വലിയ കുഴപ്പമില്ല. തിളക്കം തുടങ്ങാറായിട്ടുണ്ട്. നമ്മുടെ ഡാൻസ് കണ്ടേ പോയി. ഇതാണ് ആ മുഹൂർത്തം. ഇതാണ് പറഞ്ഞത്. ഇതാണ് ഇത്ര നേരം പറഞ്ഞത്. ലൂക്ക ഇങ്ങോട്ട് വാ ലൂക്ക. ഞാൻ ശരിക്കും ഡാൻസിന്റെ ചലഞ്ച് ചോദിക്കണ്ടേ. ഗൈസ് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിന് ശേഷം ഞാനും പോണ്ടൊന്ന് ഗ്രൂം ചെയ്യാൻ പോയി. ഇതല്ല, ഇത് ജസ്റ്റ് കട്ടിങ് ആയിട്ടുള്ള. നാളത്തെ സെറ്റിങ്ങിന് എല്ലാവരും നെട്ടും. ഇത് കട്ടിങ്, നാളെയാണ് സെറ്റിങ്. ആരുടെ പോലെ ഉണ്ടെന്നാ. ഗൈസ് ലോറ ഈസ് ബാക്ക് ടു മീ. ഗൈസ് ലോറ ഓർമ്മയുണ്ടോ? ബർത്ത്ഡേ ആഘോഷിച്ച്. ഗൈസ് അതിന്റെ ഇടയിൽ ലൂക്ക അവിടെ ഉണ്ട്. ഹലോ എക്സ്ക്യൂസ് മീ. തുറക്ക് ലോറ. നമ്മുടെ ലൂക്ക അവിടെ ഇരിക്കണ്ടല്ലോ. ലൂക്ക കുട്ടൻ അവിടെ ഇരിക്കണ്ടല്ലോ. ഹായ് പറ. ഹായ് പറ. ഹായ്. ഉറക്കം വരുന്നുണ്ടോ ലോറ കുട്ടിക്ക്? അപ്പൊ ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഉണ്ട്, ഡാൻസ് പ്രാക്ടീസ്. 10 മണി കഴിഞ്ഞു. ഇനിയിപ്പോ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് മെല്ലെ തുറക്കണം. ലോറ പറഞ്ഞ ബൈ. അയ്യോ പ്ലീസ് എന്റെ വഴി തടസ്സപ്പെടുത്തല്ലേ. ഞാനിവിടെ വലിയേട്ട സ്ലോ മോഷൻ ഇടാൻ കിട്ടിയതായിരുന്നു. വലിയേട്ടൻ ചതിച്ചു ഗൈസ്. വലിയേട്ടൻ ചതിച്ചു ഗൈസ്. സമയം ഇപ്പോൾ ഒരു 12 മണി ആവാറായി. ഞങ്ങളിപ്പോഴും പ്രാക്ടീസിലാണ്. അരുൺ ചേട്ടനും ഞാനും ഉച്ച മുതലുള്ള പ്രാക്ടീസിന് ശേഷം ഞങ്ങൾ അടുത്ത ബാച്ച് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു പാട്ട് നമ്മളത് വൃത്തിക്ക് സിക്സസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓണായിട്ട് കളിക്കുന്നുണ്ട്. ഗൈസ് ഇത്ര നേരം എഡിറ്റിങ്ങിലായിരുന്നു. നമ്മൾ കുറച്ച് ഡയലോഗൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവം രസകരമാകുമെന്ന് വിചാരിക്കുന്നു, അറിയത്തില്ല. അപ്പൊ ഞങ്ങള് കുറച്ച് പാട്ടൊന്ന് ലാസ്റ്റത്തെ പാട്ടെന്ന് പറഞ്ഞാൽ വെട്ടിപ്പാണ്. അയ്യോ പാട്ടാവും. അപ്പൊ എന്താണെന്ന് അറിയില്ല. അപ്പൊ ലാസ്റ്റത്തെ പ്രാക്ടീസ് ആയി 2:30 ആയി ഇപ്പൊ. അപ്പൊ അങ്ങോട്ട് ഒന്ന് നോക്കട്ടെ. ഇന്നത്തെ ഡാൻസ് തീർന്നിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഫൈനലി ഒരു 3:30 ഗൈസ്. നാളെ അല്ല, ഇന്നാണ് കല്യാണം. 4 മണിയായി. ഓള് ഉറങ്ങിയിട്ടില്ലേ? വീട്ടിൽ പോ. അർജന്റീനയുടെ ഞാൻ സത്യം പറഞ്ഞത് കല്യാണത്തിന്റെ ഇതായിട്ട് ഇടാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കല്യാണത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എടുത്തെടുത്ത് വന്നപ്പോ ഇത് വലിയൊരു വീഡിയോ ആയി പോയി. അപ്പോ എന്താണ് എല്ലാരും ഇവിടെ കിടക്കണേ. അപ്പൊ ഒരു വ്ളോഗ് കണ്ടിട്ട് ഗൈസ്. അപ്പോ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. 2-3 ദിവസമായിട്ട് ഉറക്കില്ല. അപ്പൊ ഗൈസ് അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ എന്റെ അഭിപ്രായങ്ങൾ കമന്റ്